നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീണ്ടും നിർണായക ദൗത്യവുമായി ISRO. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് പരീക്ഷണം ഇന്ന്. ദൗത്യം രാത്രി 10-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. പ്രതിപക്ഷ നേതാവ് രാഹുൽ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നെന്ന BJPയുടെ ആരോപണം. മൻമോഹൻ സിംഗ് ദുഃഖാചരണം നിലനിൽക്കെയാണ് രാഹുലിന്റെ യാത്ര. സിഖുകാരെ കോൺഗ്രസ് വെറുക്കുന്നുവെന്ന് BJP. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ. തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. നടപ്പാക്കിയത് ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകിയ ബില്ല്. അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസിൽ പ്രതിഷേധം ശക്തം. പ്രതിയെ തമിഴ്നാട് സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ABVP. ഡൽഹിയിലെ തമിഴ്നാട് ഭവനിലേക്ക് മാർച്ച്. അണ്ണാ സർവകലാശാല ക്യാമ്പസ് സന്ദർശിച്ച ദേശീയ വനിതാ കമ്മീഷൻ. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും നിർണായക ദൗത്യവുമായി ISRO. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണമായ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന് നടക്കും. സ്പാഡെക്സ് എന്നാണ് ദൗത്യത്തിന് പേരിട്ടിട്ടുള്ളത്. രാത്രി 10 മണിക്ക് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-60 കുതിച്ചുയരും. ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായാൽ ഈ സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഭാരതം മാറും. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഏതാണ്ട് കൃത്യം 10 മണിക്കാണ് ലോഞ്ച് നടക്കുക എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ 9:58 എന്ന സമയം ചെറിയൊരു മാറ്റം വരുത്തിയിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 2 സാറ്റലൈറ്റുകൾ ഒരേ സമയം, അതായത് PSLV C-60 എന്ന് പറയുന്ന റോക്കറ്റിൽ 2 സാറ്റലൈറ്റുകൾ ഒരേ സമയം, അത് രണ്ടും ഒരേ ഭാരം തന്നെയുള്ള, അതായത് 220 കിലോ ഭാരമുള്ള 2 സാറ്റലൈറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കുകയും പിന്നീട് അത് 470 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലെത്തുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ 470 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിയതിന് ശേഷം 20 കിലോമീറ്റർ അകലത്തിൽ, അത് 2 സാറ്റലൈറ്റുകളും 20 കിലോമീറ്റർ അകലത്തിൽ തുടർച്ചയായി സഞ്ചരിക്കുകയും തുടർന്ന് ഈ അകലം, അതായത് ഈ ചേസറിൻ്റെ, അതായത് ഒരു പ്രധാന സാറ്റലൈറ്റ് അതിനെ പിന്തുടരുന്ന സാറ്റലൈറ്റിൻ്റെ അകലം, തമ്മിലുള്ള അകലം 20 കിലോമീറ്ററിൽ നിന്നും ക്രമേണ കുറച്ച് 5 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ കുറച്ച് അവസാനം ഈ ആദ്യ സാറ്റലൈറ്റിൽ ഡോക്ക് ചെയ്യുന്ന, അതായത് ചേർത്ത് ഘടിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ഈ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാവുന്നതാണ്. ഭാരതീയ അന്തരീക്ഷ നിലയം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് ക്യാപ്സ്യൂൾ ഡോക്കിങ്ങിന് വേണ്ടി ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും അതിനെല്ലാം സംബന്ധിച്ച പരീക്ഷണങ്ങളും പ്രധാനമായും അത്തരത്തിൽ ഡോക്കിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം എന്നതിലുപരി, ഒരു യന്ത്ര സംവിധാനം അവിടെ കൂട്ടിയോജിപ്പിക്കുന്നു എന്നതിലുപരി, ഇതിനെ ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ എത്ര കണ്ട് കൃത്യമായി അതിനെ സ്വീകരിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഈ ടെലിമെട്രിക് ഡാറ്റകൾ എങ്ങനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും, ഈ ടെലിമെട്രി എത്ര കണ്ട് പ്രായോഗികമായി അപ്ലിക്കബിൾ ആവും എന്നീ വിഷയങ്ങളാണ് ഇതിൽ പ്രായോഗികമായി പഠിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത് സമാനമായ സംവിധാനങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് ഡ്രാഗൺ സ്പേസ് ക്യാപ്സ്യൂൾ ലോഞ്ച് ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്, അത് ഡോക്ക് ചെയ്ത് കണ്ടതാണ്. ഈ ഡോക്ക് ചെയ്യുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ 470 കിലോമീറ്റർ ഉയരത്തിൽ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷന് പുറകെ കൃത്യമായി ചെന്ന് സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് സാധാരണഗതിയിൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ആളുകളെ എത്തിക്കുന്ന ആ ഒരു സംവിധാനത്തിനുള്ളത്. ഈ സ്പേസ് ക്യാപ്സ്യൂൾ ഡോക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ എത്ര കണ്ട് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കും, അതിൻ്റെ ആക്യുറസി എത്രയുണ്ട്, മാത്രമല്ല ഇത്തരത്തിൽ ഡോക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ആ ഡോക്കിങ്ങിൻ്റെ ഇടയിലുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ അവയെല്ലാം കൃത്യമായി പരീക്ഷിക്കുന്നതിനും അവ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ സ്പേഡെക്സ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ, ഈ 2 സാറ്റലൈറ്റുകൾ ഒന്നായി മാറുന്ന ഒരു സംവിധാനത്തിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അത്തരത്തിൽ ഈ 2 സാറ്റലൈറ്റുകളെ ഒന്നിപ്പിക്കുന്നു എന്നുള്ളത് കരുതപ്പെടുന്നത്, അതായത് കണക്കാക്കുന്നത് ഒരെണ്ണം സ്പേസ് ക്യാപ്സ്യൂളിന് സമാനമായൊരു സംവിധാനവും മറ്റേത് അതിൻ്റെ സ്പേസ് സ്റ്റേഷന് സമാനമായ സംവിധാനവുമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 2നും ഒരേ ഭാരമാണ്. ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന 2 സാറ്റലൈറ്റുകളാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ കൂടി കൃത്യമായി ഒരു സാറ്റലൈറ്റിനെ പിന്തുടർന്ന് മറ്റൊരു സാറ്റലൈറ്റ്
സാറ്റലൈറ്റിൽ അറ്റാച്ച്ഡ് ആവുന്ന സാങ്കേതികവിദ്യ പ്രായോഗികമായി ബഹിരാകാശത്ത് ഭാരതത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെയും ഭാവിയിൽ മനുഷ്യനെ അടക്കം ബഹിരാകാശത്തേക്കും ചന്ദ്രനിലേക്കും അയക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ക്രിയാത്മകമായ പ്രായോഗികമായ ഒരു പരീക്ഷണവും അതിൻ്റെ വിജയം ഭാരതത്തിൻ്റെ വലിയൊരു നേട്ടവുമായിരിക്കും. ചന്ദ്രനിലേക്കും ഐസൻ സൂചിപ്പിച്ചതുപോലെ നിർണായകമായൊരു ദൗത്യം തന്നെയാണ് നടക്കുന്നത്. ഐസൻ ഇപ്പോൾ നമ്മോടൊപ്പം കൂടുതൽ പ്രതികരണവുമായി VSSCയിലെ മുൻ അസോസിയേറ്റ് ഡയറക്ടർ എം നാരായണൻ നമ്പൂതിരിപ്പാട് കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തോടു കൂടി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. നാരായണൻ സാർ കേൾക്കാമോ? ഞാൻ ഐസൺ ആണ് സംസാരിക്കുന്നത്. കേൾക്കാം. ഈ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണ്? റിസൾട്ടുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ സംവിധാനം പോലെ അത് ഡോക്ക് ചെയ്യുന്ന ഒരു സംവിധാനം നടക്കുന്നു. എന്തൊക്കെയാണ് ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്? പ്രധാനമായും ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാങ്കേതിക വിദ്യ വളരെ പെർഫെക്റ്റായിട്ട് പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതായത് സ്പേസിൽ വെച്ച് 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയാണ്. അതിന് വേണ്ട നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ അൽഗോരിതം, അതുപോലെ അതിന് വേണ്ടതായ പ്രൊപ്പൽഷന്റെ കൺട്രോൾ, അതിന് വേണ്ടതായ സെൻസിങ് ടെക്നോളജി, അതുപോലെ ഈ 2 വസ്തുക്കൾ തമ്മിൽ ചേരുമ്പോൾ അത് പരസ്പരം ഘടിപ്പിക്കാനുള്ള മെക്കാനിസംസ്, ആക്യുവേഷൻ സിസ്റ്റം, ഇങ്ങനെ നിരവധി സങ്കീർണമായ ടെക്നോളജിക്കൽ എലിമെന്റ്സ് ചേർന്ന ഒരു പ്രക്രിയയാണ് ഈ 2 വസ്തുക്കളെ യാതൊരുവിധ മനുഷ്യന്റെ ഇടപെടലും ഒന്നുമില്ലാതെ പരസ്പരം സംയോജിപ്പിക്കുക, സ്പേസിൽ വെച്ച് പെർഫെക്റ്റായി സംയോജിപ്പിക്കുക എന്നുള്ള ഈ ടെക്നോളജി സ്വായത്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത് ഭാവിയിലെ വളരെ സങ്കീർണമായ മറ്റ് ദൗത്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രീലൂഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുള്ള ഒരു സ്പേസ് സ്റ്റേഷനാണത്. അത് നമുക്ക് ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. പല പല ഭാഗങ്ങളായിട്ടാണ് ലോഞ്ച് ചെയ്യുക. അപ്പൊ ഈ നിരവധി ഭാഗങ്ങളായിട്ട് പല ഘട്ടങ്ങളിൽ ലോഞ്ച് ചെയ്യുന്ന ഈ വസ്തുക്കളെ എല്ലാം നമ്മൾക്ക് സംയോജിപ്പിച്ച് ഒരു അന്തരീക്ഷ സ്റ്റേഷനാക്കി സ്പേസിൽ മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾക്കൊക്കെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് ഈ ഡോക്കിംഗ് എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായും ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫെക്റ്റ് ഡോക്കിംഗ് അവിടെ നടന്നു എന്നുള്ളതിന്റെ നമുക്ക് ടെലിമെട്രിയിൽ വഴി ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഗ്രൗണ്ട് സ്റ്റേഷനിൽ കിട്ടും. നമുക്ക് ഇസ്ട്രാക്കിലെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പെർഫെക്റ്റായി അത് നടന്നു എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. സാർ, ഒരു ചോദ്യം കൂടിയാണ്. ഈ ഇത്തരത്തിൽ കൃത്യമായി അത് സംയോജിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അത് വേർപ്പെടുന്നൊരു സംവിധാനം കൂടി ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വേർപ്പെടുന്ന സംവിധാനം കൂടി പരീക്ഷിക്കുന്നതിൻ്റെ കൃത്യമായ ലക്ഷ്യം എന്താണ്? അല്ല, അത് കാരണം ഇപ്പോ ഭാവിയിൽ ഇപ്പൊ ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ISSലേക്ക് നമുക്ക് ഒരു വസ്തു അങ്ങോട്ട് അയക്കേണ്ടതുണ്ട് എന്ന് വെക്കുക. അത് മറ്റൊരു മോഡ്യൂൾ വഴി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ആ മോഡ്യൂൾ ISSയിൽ ഡോക്ക് ചെയ്ത് ആ വസ്തു അവിടെ ഡെലിവർ ചെയ്തതിന് ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അപ്പൊ നാച്ചുറലി അത് അൺഡോക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുക്കണം. അപ്പോൾ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ബോത്ത് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് കണക്റ്റിംഗ് ആൻഡ് ഡിസ്കണക്റ്റിംഗ് ബോത്ത് ആർ റിക്വയർഡ്. പിന്നെ ഇതേ ടെക്നോളജി തന്നെ ഇപ്പോൾ ബഹിരാകാശത്ത് വെച്ച് മറ്റ് ഉപഗ്രഹങ്ങളിലേക്ക് പ്രൊപ്പലന്റ് ഫില്ല് ചെയ്യുക തുടങ്ങിയ പ്രക്രിയകൾക്കും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അൺഡോക്കിംഗ് ആൾസോ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെർഫെക്റ്റ്ലി അൺഡോക്ക് ചെയ്ത് തിരിച്ച് ഡോക്ക് ചെയ്ത മോഡ്യൂൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, ആവശ്യകത ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് രണ്ടും നമ്മൾ പരീക്ഷിക്കുന്നത്. ശരി സാർ, താങ്ക് യു. യെസ് ഐസൺ, ഒരുപക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്കൊക്കെ തന്നെയും ഒരുപക്ഷെ മനുഷ്യർ കൂടി പോയി അല്ലെങ്കിൽ മനുഷ്യർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ദൗത്യങ്ങളിൽ കൂടുതൽ സുരക്ഷ കൂടി ഉറപ്പാക്കുക എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഇത്തരത്തിലുള്ള ഈ ഒരു പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായും മനുഷ്യരെ കൂടി കൊണ്ടുപോകുന്നതിന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. ഒരു മെറ്റീരിയൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് പ്രൊപ്പല്ലൻ്റ് ആകാം, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളാകാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ സാറ്റലൈറ്റുകളുടെ ഡെബ്രി, അത് വലിയ തോതിലുള്ള സാറ്റലൈറ്റുകൾ, ഉപേക്ഷിക്കപ്പെട്ട സാറ്റലൈറ്റുകളും സാറ്റലൈറ്റ് ഭാഗങ്ങളുമെല്ലാം തന്നെ അവിടെ ബഹിരാകാശത്ത് തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. സ്പേസ് ഡെബ്രി എന്ന് തന്നെ അത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സ്പേസ് ഡെബ്രീസിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. ഇത്തരത്തിൽ ഡോക്കിംഗ്, അൺഡോക്കിംഗ് അത് കൃത്യമായ ഒരു ഇടവേളയിൽ 20 കിലോമീറ്റർ ദൂരെ നിന്ന് കൃത്യമായി സഞ്ചരിച്ച്, അതായത് ഒരു ടാർഗറ്റിലേക്ക് ഒരു ചേസർ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഒരു പിന്തുടർന്ന് ചെന്ന് അതിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നിലവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും 400 കിലോമീറ്റർ ഉയരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് സ്പേസ് ക്രാഫ്റ്റുകൾ, ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളെല്ലാം അയക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് ചെന്ന് അതിൽ അറ്റാച്ച് ചെയ്യുന്നൊരു രീതിയാണ്. അതേ രീതി തന്നെ അറ്റാച്ച് ചെയ്യുന്നതിനുള്ളൊരു നീക്കമാണ്. അത് മനുഷ്യനെ കൂടി കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്കറിയാവുന്നതാണ്. അന്തരീക്ഷ സ്റ്റേഷൻ ഒക്കെ നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ വളരെ കൃത്യമായും അനിവാര്യവുമാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഇക്വറ്റോറിയൽ സ്റ്റേഷനിൽ നിന്നാണ് നമ്മളുടെ ലോഞ്ചിങ് എല്ലാം നടക്കുന്നത്. ലോഞ്ചിങ്ങിൻ്റെ ഏരിയ ഉൾപ്പെടെ, അതായത് ഏത് പ്രദേശത്ത് നിന്നാണോ ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വിക്ഷേപണങ്ങൾ നടക്കുന്നത്, ആ വിക്ഷേപണങ്ങൾ നടക്കുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള ഡാറ്റ അനിവാര്യമായി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ഡാറ്റ ആശ്രയിക്കുന്നതിൻ്റെ പരിമിതികളുണ്ട്. കാരണം അത് ഇൻസിറ്റു സിറ്റുവേഷനെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ, വിശദമായ ഘടകങ്ങളെല്ലാം തന്നെ 2040 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ നീങ്ങുന്ന, അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഭാരതത്തിൻ്റെ ആ നീക്കത്തിന് ഏറെ പ്രാധാന്യമുള്ളൊരു ഘടകം തന്നെയാണ് ഇന്ന് നടക്കുന്ന പരീക്ഷണം. ഇന്ന് നടക്കുന്ന പരീക്ഷണ വിക്ഷേപണം, തുടർന്നായിരിക്കും പരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കുക. ഇന്ന് നടക്കുന്ന ആ വിക്ഷേപണത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിൻ്റെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടവും അതുപോലെ തന്നെ വിശാലവൽക്കരണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപ്രധാനവുമായ ഒരു ഗവേഷണം തന്നെയാണ്. വിഷ്ണു. യെസ്, ഐസൺ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഈ ഒരു സാങ്കേതിക വിദ്യയിൽ തന്നെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ ഒരു ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിനു മുന്നിൽ കൂടുതൽ പ്രശംസ നേടുന്ന തരത്തിലേക്ക് ആ ഒരു കാര്യം എത്തും. പ്രധാനമായും നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഭാരതത്തിൻ്റെ ഈ ഒരു ദൗത്യത്തെ ലോകമെമ്പാടും വളരെയധികം ആകാംക്ഷയോടെ തന്നെയല്ലേ ഉറ്റുനോക്കുന്നത്? തീർച്ചയായും വിഷ്ണു, ലോകമെമ്പാടും ഭാരതത്തിൻ്റെ ഓരോ ബഹിരാകാശ ഗവേഷണത്തെയും ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാവുന്നതാണ് നമ്മളുടെ കമേഴ്ഷ്യൽ ലോഞ്ചിങ് സംവിധാനം. അത് പ്രാഥമികമായി ഇത്തരത്തിൽ ലോകം മുഴുവനുമുള്ള സാധ്യത, അതായത് കമേഴ്ഷ്യൽ ലോഞ്ചിങ് സംവിധാനം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി സാറ്റലൈറ്റുകളും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം തന്നെ ലോഞ്ച് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു രീതി കുറച്ചു കാലമായി വളരെ കൃത്യമായി ഭാരതത്തിൽ ന്യൂ സ്പേസ് ഏജൻസി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ വഴി, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ വഴി ഒരു കൊമേഴ്ഷ്യൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് ലാഭകരമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ ISRO ഉൾപ്പെടെ സ്വയം പ്രവർത്തനക്ഷമമാകുക, സ്വന്തമായി വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വിശാലമായ അത്തരത്തിലുള്ള വാണിജ്യ കാഴ്ചപ്പാടുകൾ ISROയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് വിഭാഗത്തിനുണ്ട്. അത് തന്നെയാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തുന്ന 4ാമത്തെ ലോകത്തിലെ രാജ്യമായി മാറുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ വ്യാവസായിക വാണിജ്യ സാധ്യത വളരെ വലുതാണ്. അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങൾ, അതായത് ഭൂമിയിൽ നടക്കുന്ന പല ഗവേഷണങ്ങൾക്കും പല വ്യാവസായിക മുന്നേറ്റങ്ങൾക്കും വ്യാവസായിക ഗവേഷണങ്ങൾക്കും എല്ലാം തന്നെ മുതൽക്കൂട്ടാവുന്ന നിരവധി വിവരങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പരമപ്രധാനമായത് ഭാരതത്തിൻ്റെ സ്പേസ് സാങ്കേതിക വിദ്യാ രംഗത്തെ വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വലിയ തോതിൽ ബഹിരാകാശ ഗവേഷണം നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ലോകം കൗതുകത്തോടെ തന്നെയായിരിക്കും ഭാരതത്തിൻ്റെ ഈ ഗവേഷണത്തെയും നിരീക്ഷിക്കുക. യെസ്, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ വിദേശയാത്ര വീണ്ടും വിവാദത്തിൽ. മുൻ പ്രധാനമന്ത്രിയുടെ മരണത്തിൽ രാജ്യം ദുഃഖം ആചരിക്കുമ്പോൾ രാഹുൽ പുതുവത്സര ആഘോഷത്തിനായി വിയറ്റ്നാമിലേക്ക് പറന്നെന്ന് BJP. മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ കോൺഗ്രസും രാഹുലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ രാജ്യം ദുഃഖമാചരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ പുതുവത്സരാഘോഷത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനെ BJP രൂക്ഷമായി വിമർശിച്ചു. രാജ്യം 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച വേളയിൽ രാഹുൽ ആഘോഷത്തിനായി വിയറ്റ്നാമിലേക്ക് പറക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ മരണത്തിലും സംസ്കാര ചടങ്ങിലും അനാവശ്യ വിവാദമുണ്ടാക്കാനും രാഷ്ട്രീയ നേട്ടത്തിനുമാണ് രാഹുലും കോൺഗ്രസും ശ്രമിച്ചതെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു.
മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ രാജ്യം പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ കടന്നുപോകുമ്പോഴൊക്കെ രാഹുൽ ആഘോഷങ്ങളിലാണെന്ന് BJP വക്താവ് ഷെഹ്സാദ് പൂനാവല്ല പറഞ്ഞു. राहुल गांधी और विदेशी पर्यटन ये अब बहुत ही सामान्य बात बन चुकी है. याद होगा आपको कि जब 26/11 जैसा हमला मुंबई पर हुआ था तब भी अखबारों में छपा था कि कैसे राहुल गांधी रात भर नाच गाना पार्टी कर रहे थे. और आज भी उनको डॉक्टर मनमोहन सिंह जी से या उनके सम्मान को लेकर कोई ज्यादा चिंता नहीं है. केवल सम्मान और श्रद्धांजलि पर सियासत करनी थी. മുൻപും രാഹുലിന്റെ വിദേശയാത്രകളും വിദേശ വേദികളിലെ പ്രസംഗങ്ങളും ഏറെ വിവാദമായിരുന്നു. അതേസമയം രാഹുലിന്റെ യാത്രയിൽ BJP അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ജനം, ഡൽഹി. മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നത്. മൻമോഹനെ അപമാനിക്കുന്ന ഇതേ കോൺഗ്രസാണ് നരസിംഹറാവുവിന്റെ ഭൗതികദേഹം ഡൽഹിയിൽ തടഞ്ഞതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അതേസമയം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ കിസാൻ ഘട്ടിൽ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കും. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ വിവാദമാക്കിയത് കോൺഗ്രസ് ആണെന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. JP നഡ്ഡയ്ക്ക് പിന്നാലെ മന്ത്രിസഭയിലെ സിഖ് പ്രതിനിധി ഹർദീപ് സിംഗ് പുരിയും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നു. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിച്ച കോൺഗ്രസ് മരണശേഷവും അത് തുടരുകയാണ്. നാണംകെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നതെന്നും ഹർദീപ് സിംഗ് പുരി വിമർശിച്ചു. The Sikh community और जो Sikh community हमारे लोग हैं, they have come in praise of Dr. मनमोहन सिंह. उनके काम को हमने हमेशा एडमायर किया है, उनके काम की प्रशंसा ही नहीं की है. वी हैव ड्रॉन इंस्पिरेशन फ्रॉम दैट. और आज भी देखिए when the remains were being immersed, the ashes were being immersed, तो हमारे सारे लोग थे वहाँ पे. the Sikh the गुरुद्वारा कमेटी, हमारे बाकी लोग, सिरसा जी, बाकी लोग सारे थे. और कांग्रेस पार्टी के तो नहीं थे वहाँ पे. तो इसलिए ये कहना कि सिख पार्टी का अपमान हुआ है, मैं बिल्कुल गलत बात है. और आने वाले समय में भी अभी जो एक फाइनल उनके मेमोरियल के लिए ज़मीन दी जाएगी. और अभी देखते जाइए, it's too fresh. और ये कंट्रोवर्सी जो लोग क्रिएट कर रहे हैं, I don't think we should give them a free run. പ്രണാബ് കുമാർ മുഖർജി അന്തരിച്ചപ്പോൾ അനുശോചന യോഗം പോലും കോൺഗ്രസ് വിളിച്ചില്ലെന്ന മകൾ ശർമിഷ്ഠ മുഖർജിയുടെ പ്രസ്താവനയും പാർട്ടിക്ക് തിരിച്ചടിയായി. മുൻ പ്രധാനമന്ത്രിമാർ മരിക്കുമ്പോൾ മാത്രമാണ് അനുശോചന യോഗം ചേരുന്നത് എന്നായിരുന്നു അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രണബിന്റെ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മുൻ രാഷ്ട്രപതി KR നാരായണൻ അന്തരിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേർന്ന് അനുശോചിച്ച കാര്യം പ്രണബിന്റെ മകൾ ഓർമ്മപ്പെടുത്തി. അതേസമയം മൻമോഹൻ സിംഗിന് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ സ്മാരകമൊരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ സ്മാരകത്തിന് അരികിലാകും മൻമോഹൻ സിംഗിനും സ്മാരകം ഒരുക്കുക. ജനം, ഡൽഹി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. നിയമം നടപ്പിലാക്കുന്നതിന് സർക്കാർ തലത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡ് ബില്ല് നേരത്തെ നിയമസഭ പാസാക്കിയിരുന്നു. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. നിയമം ഈ ജനുവരി മുതൽ തന്നെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും അവസാന ഘട്ടത്തിലാണെന്നും BJP സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് UCC എന്നും പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. UCC के इसी महीने जनवरी माह में जो हमारा एक्ट बनकर तैयार हो गया वो लागू होगा. उसके लिए ट्रेनिंग इत्यादि, ऐप इत्यादि के काम हैं, वो सब चल रहे हैं. और उस पर पूरी तरह से हमारा सभी विभाग अपने अपने स्तर से जिनको काम करना है काम कर रहे हैं. सरलीकरण, समाधान और निस्तारण ये हमारा शुरू से मंत्र रहा है और UCC भी हमारा इसी मंत्र को आगे बढ़ाएगा. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനും ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനും രൂപീകരിച്ച റൂൾസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി നേരത്തെ തന്നെ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിവാഹം, വിവാഹമോചനം, ഭൂമി കൈമാറ്റം, സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്നതാണ് ഏകീകൃത സിവിൽ നിയമം. ഉത്തരാഖണ്ഡിന് പുറമെ ഗുജറാത്തും നിയമം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലും ഏകീകൃത സിവിൽ കോഡിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജനം, ഡൽഹി. കേരളം എന്നും രാജ്യത്തിന് പ്രചോദനമാകണമെന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ മലയാളികൾ വീട് വിറ്റും അത് ഉറപ്പാക്കുന്നു.
എല്ലായിടത്തും തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ച മലയാളികൾക്കും കേരളത്തിനും തൻ്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ബീഹാർ ഗവർണറായി ചുമതലയേൽക്കാൻ ഡൽഹി കേരള ഹൗസിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. I know cases where the parents are not in a position to pay the fee if their ward has secured admission in a very prestigious institution and they are not in a position to pay the fees, they will sell their house. They understand the significance of education. Why they have created a place for themselves all over the world, all over India, everywhere outside Kerala. I wish them all the best, and I have said yesterday, I am repeating it, Kerala will always enjoy a special place in my heart. My term has come to end, but my association with Kerala will remain lifelong. ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഡൽഹിയിലെ ABVPയുടെ പ്രതിഷേധം. തമിഴ്നാട് ഭവനിലേക്ക് ABVP മാർച്ച് നടത്തി. DMK സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്നതാണെന്ന് ABVP ആരോപിച്ചു. കേസ് അട്ടിമറിക്കാനുള്ള DMK സർക്കാരിന്റെ ശ്രമം ദൗർഭാഗ്യകരമെന്ന് ABVP ദേശീയ ജനറൽ സെക്രട്ടറി വീരേന്ദ്ര സിംഗ് സോളങ്കി പറഞ്ഞു. ഈ മാസം 23-നാണ് അണ്ണാ സർവകലാശാലയിലെ പെൺകുട്ടി പീഡനത്തിനിരയായത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിച്ചെങ്കിലും കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് വീണ്ടും മാറ്റിവെച്ചു. ഇത് 5ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവാണ് 5ാം തവണയും തീരുമാനമാകാതെ നീളുന്നത്. വധശിക്ഷ റദ്ദാക്കിയെങ്കിലും കേസിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നാണ് കോടതി നിലപാട്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 34 കോടി രൂപ മോചനദ്രവ്യം കോടതിയിൽ കെട്ടിവെച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണമാണ് മോചനം വൈകുന്നത്. കഴിഞ്ഞ മാസം 12-നും കേസ് കോടതി പരിഗണിച്ചപ്പോൾ 30-ലേക്ക് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2-നാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ആവശ്യപ്പെട്ട മോചനദ്രവ്യം ലഭിച്ചതോടെ മാപ്പ് നൽകാൻ സൗദി ബാലന്റെ കുടുംബം തയ്യാറാവുകയായിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ പബ്ലിക് പ്രോസിക്യൂഷന്റെ വാദം കേൾക്കണമെന്ന നിലപാട് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നിർദ്ദേശിച്ചതോടെയാണ് നിയമ നടപടികൾ വൈകിയത്. മോചന ഉത്തരവ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറുന്നതടക്കമുള്ള നടപടികളാണ് വൈകുന്നത്. കോടതി നടപടികൾ പൂർത്തിയായാൽ മറ്റുള്ളവ സാങ്കേതിക നടപടികൾ മാത്രമാണെന്നും മോചനം അധികം വൈകില്ലെന്നുമുള്ള പ്രതീക്ഷയിലാണ് റഹീമിന്റെ കുടുംബവും നിയമസഹായ കമ്മിറ്റിയും. അടുത്ത മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. ജനം, കോഴിക്കോട്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100-ാം വയസ്സിലായിരുന്നു അന്ത്യം. അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല ലോക ജനതയ്ക്ക് വേണ്ടി പ്രയത്നിച്ച പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു. 1977-81 കാലഘട്ടത്തിലാണ് ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റായത്. അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലോകത്തിന് മാതൃകയായ നിരവധി ആശയങ്ങൾ തുടങ്ങിവെച്ച കാലഘട്ടത്തിന് കൂടിയായിരുന്നു അദ്ദേഹം പ്രസിഡന്റായിരുന്നപ്പോൾ സാക്ഷ്യം വഹിച്ചത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ജിമ്മി കാർട്ടർ പ്രവർത്തിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. And that's because Jimmy Carter lived a life measured not by words but by his deeds. Just look at his life's work. He worked to eradicate disease not just at home but around the world. He forged peace, advanced civil rights, human rights, promoted free and fair elections around the world. He built housing for the homeless with his own hands. And his compassion and moral clarity lifted people up and changed lives and saved lives all over the globe. Jimmy Carter was just as courageous in his battle against cancer as he was in everything in his life. ലോക ജനതയ്ക്ക് തന്നെ ഒരു മികച്ച സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്നും ബൈഡൻ പറഞ്ഞു. വെല്ലുവിളികൾ നേരിട്ട കാലത്ത് രാജ്യത്തെ നയിച്ച പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രസിഡന്റ് പദം ഒഴിഞ്ഞതിനു ശേഷം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു ജിമ്മി കാർട്ടർ. 100-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.